അപ്പൊ ഈ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയി ഗൈസ്. ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾ എല്ലാവരും അറിയിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ കുറെ ആൾക്കാർ എന്നോട് കമന്റിലൂടെ ഒക്കെ ചോദിച്ചു എവിടെ ബങ്താൻ ജങ്സിന്റെ അക്കൗണ്ട്. ബങ്താൻ ജങ്സിന്റെ അക്കൗണ്ട് ഈ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കിയാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പിന്നെ എങ്ങനെ കിട്ടാനാണ്? ഇത് കണ്ടോ? ഇത് നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചിട്ട് ഇതാ കണ്ടോ? എന്തായാലും ഇവര് പറഞ്ഞ ഈ ഒരു കൺക്ലൂഷൻ അനുസരിച്ച് അക്കൗണ്ട് പോയി. അക്കൗണ്ട് ഇങ്ങനെ തിരിച്ചു കിട്ടൂല. ഞാൻ എന്തൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഒക്കെ തെറ്റിച്ചു എന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എൻ്റെ തെറ്റാണ്. എന്നാലും അക്കൗണ്ട് പോയാൽ ചെറിയൊരു സങ്കടമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയാലും അതായത് ഞാനല്ലല്ലോ BTS, അവരെ കണ്ടന്റ് ഞാൻ എടുത്തിടല്ലേ. അതുകൊണ്ട് ഇനിയും വരും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന്റെ പ്രശ്നം. അപ്പൊ പോയി അക്കൗണ്ട് തുടങ്ങണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ അപ്പൊ ഇനി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരും പോയി തപ്പിയിട്ട് കാര്യമില്ല. സാധനം പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇൻസ്റ്റാഗ്രാമിൽ വേറെ ബങ്താൻ ജങ്സുകൾ ഉണ്ടെങ്കിൽ ഞാനല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ്ടോ ഡിലീറ്റ് ആയി അക്കൗണ്ട്. ഇനി വേറെ അക്കൗണ്ട് ഇപ്പം ഉള്ളത് ഞാനല്ല. ഇനി ഞാൻ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് അറിയിക്കും. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഇതേപോലെ അക്കൗണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ഇങ്ങനെ അക്കൗണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോഴുള്ളൊരു പേടി എന്താ വെച്ചാൽ യൂട്യൂബിലും ഇതേപോലെ തന്നെ റൂൾസും റെഗുലേഷൻസും എല്ലാം മാറിയിട്ട് യൂട്യൂബും അക്കൗണ്ടുകൾ ഡിലീറ്റ് ആക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പം ഈ ബങ്താൻ ജങ്സിന്റെ മെയിൻ അക്കൗണ്ടിൽ ഇനി മെയിൻ ഫോക്കസ് ആയിട്ട് ബങ്താൻ ജങ്സിന്റെ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള സംഭവങ്ങളും. എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കാണണ്ട. പക്ഷെ എനിക്കിപ്പോൾ ഈ അക്കൗണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയ്യിലാൽ പെട്ടെന്ന് ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുക ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അക്കൗണ്ടിൽ എൻ്റെ ഫേസ് കാണിച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ സാധാ ചെയ്യുന്ന ആ ഒരു കമന്ററി ന്യൂസ് അപ്ഡേറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു. ഫണ്ടബ് എൻ്റെ ഫണ്ടബിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ കുറെ കാലമായിട്ട് ഡീആക്ടിവേറ്റ് ആയി കിടക്കുന്നത്, അങ്ങനെയല്ല ആക്റ്റീവ് അല്ലാതായി കിടക്കണം. അപ്പൊ ആ അക്കൗണ്ടിൽ ഇനി മുതൽ ഫണ്ടബും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുകയാണെങ്കിൽ അതിലിടാം. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും മെയിൻ അക്കൗണ്ടിൽ. പ്രത്യേകിച്ച് എൻ്റെ ഈ ഫേസ് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഞാൻ നിർബന്ധിക്കുന്നില്ല, ആരെയും നിർബന്ധിച്ച് വലിച്ചു കയറ്റുന്നില്ല. കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. പിന്നെ നിങ്ങൾക്കറിയോ, ഞാൻ ഈ അക്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ബ്ലൂടിക്ക് വാങ്ങിച്ചിട്ട് ഇൻസ്റ്റയിലെ സ്റ്റാഫിനോട് ചാറ്റ് ചെയ്തവരെ ചോദിച്ചു. പക്ഷെ അവര് തരുന്നില്ല. എന്ത് ചെയ്യാനാ? അത് ഒരു മെത്തേഡാണ്. ഇനി അക്കൗണ്ട് പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ബ്ലൂടിക്ക് വാങ്ങിച്ചിട്ട് ഇന്ന അക്കൗണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു കൊടുത്താൽ മേ ബി ചിലരുടെ അക്കൗണ്ടൊക്കെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ അങ്ങനെ അക്കൗണ്ട് തിരിച്ചിട്ടു. അല്ലാത്തവർക്ക് പിന്നെ ബാക്കിയില്ലാത്ത എൻ്റെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കാം അക്കൗണ്ട് പോയി ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സേജ് കൊണ്ട്. എന്തായാലും ഞാൻ ഫണ്ടൊക്കെ മറ്റേ ഇടാൻ നോക്കാം. ഇതിൽ ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഫേസ് വല്ലാതെ കാണണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ പറയണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇടും. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കാണണ്ട. നിങ്ങൾ ഡെയിലി അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കളഞ്ഞേക്ക്. ഓക്കെ? പക്ഷെ എന്നാലും ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾ കാണാതെ പോകും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആർക്കും എന്നോട് ഇങ്ങനെ ലൈവൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ കേട്ടു. പിന്നെ ഞാൻ അങ്ങനെ കമന്റ് കണ്ടിരുന്നു. അപ്പോൾ ലൈവ് വരണം എന്ന് എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല. പക്ഷെ ഞാൻ ഉണ്ടല്ലോ നമ്മുടെ യുങ്കിലേക്കോളം വലിയ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എനിക്ക് ഒരു ലൈവൊക്കെ വരും പറഞ്ഞാൽ ഭയങ്കര ചടപ്പുള്ള കാര്യമാണ്. എൻ്റെ ആ ഒരു ചടപ്പോട് മടിയോട് ഞാൻ ലൈവ് വരാത്താണ്. ഞാൻ അതൊക്കെ മാറി എനിക്ക് നാളെ നല്ലതൊക്കെ ആയി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് വരാം.